പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വന്നതോടെ കൊല്ലം നഗരമാകെ ചുവന്നു തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ കൊല്ലം ബീച്ചിൽ നിന്ന് അരുൺ രാജ് തത്സമയം ചേർന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്. കടൽപ്പുറത്തുമൊക്കെ സഖാക്കളെ കൊണ്ട് നിറഞ്ഞോ? പറയൂ. തീർച്ചയായും രാവിലെ മുതൽ തന്നെ ഈ മുതിർന്ന നേതാക്കൾ അതുപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ളവരുടെ വലിയ നിര തന്നെ ഈ ബീച്ചിലേക്കടക്കം എത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ കടന്നു പോകുന്നത് CPM-ന്റെ PB അംഗം കൂടിയായ A വിജയരാഘവനും അതേപോലെ തന്നെ മിനിസ്റ്റർ ബിന്ദുവുമാണ്. അങ്ങനെ വലിയ നിര തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അടക്കം വലിയതായി ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം മന്ത്രിമാരുടെ പല കാര്യങ്ങൾ പറയാൻ, പല വിഷയങ്ങൾ സൂചിപ്പിക്കാനൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ചെങ്കടലായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല മേഖലയിൽ നിന്നുള്ള ദീപശിഖ പ്രയാണ ജാഥകൾ അതുപോലെ തന്നെ കൊടിമര ജാഥകൾ അടക്കം എത്തി ഇന്നു മുതൽ സജീവമാവുകയാണ് പ്രതിനിധി സമ്മേളനം. ഞാൻ രാവിലെ തന്നെ പല നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന വികസന രേഖ അത് കേരളത്തിന്റെ ഒരു 50 വർഷം മുൻനിർത്തിയുള്ള വികസന രേഖയായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ്. വലിയ രീതിയിൽ വികസന കാഴ്ചപ്പാടായിരിക്കും ഇക്കാര്യത്തിൽ വെക്കുന്നത്. കേരളയിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി പരിശോധിക്കുന്നു പാർട്ടി എന്നുള്ളതാണ് അല്പസമയം നമ്മളോട് സംസാരിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പർ സജി ചെറിയാൻ വ്യക്തമാക്കിയത്. കാരണം കേരളയിൽ ഞങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട വിഷയമല്ല, കേരളയിൽ നടപ്പാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് പ്രായപരിധി വിഷയമാണ്. CPM-നുള്ളിൽ പ്രായപരിധി വിഷയത്തിൽ CPM ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് അനുയോജ്യമായ ഘട്ടത്തിൽ അനുയോജ്യമായ നിലപാടെടുത്തു എന്നുള്ളതാണ്. പാർട്ടിക്ക് ഒരു രണ്ടാം തലമുറ വേണമായിരുന്നു. ആ രണ്ടാം തലമുറയാണ് ഇപ്പോൾ വാർത്തെടുക്കുന്നത്. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെ നയിക്കുമോ എന്ന് പല നേതാക്കളോട് ചോദിക്കുമ്പോഴും അവരെല്ലാം പറയുന്നൊരു കാര്യം ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ നയിക്കേണ്ടത് ആര് എന്നുള്ളത് കാലഘട്ടം അനുസൃതമായി പാർട്ടിക്കുള്ളിൽ തീരുമാനമെടുക്കും. പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിന്റെ ദാരിദ്ര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു നേതാവ് ഉണ്ടായിരിക്കും. ആ നേതാവ് ആര് എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നേതാക്കന്മാരെല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത്. എന്തായാലും വളരെ സജീവമായ ചർച്ചകൾക്ക് കൊല്ലം വേദിയാവുകയാണ്. എന്തായാലും CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഏവരെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്നതാണ്. കാരണം ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ കൊല്ലത്തുണ്ടായതുകൊണ്ട് ഭരണത്തിന്റെ മുഴുവൻ നിയന്ത്രണം, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൊല്ലത്ത് നടക്കുന്നു. നേതാക്കൾ സജീവമായ ചർച്ച എന്താണ് CPM-ന് ലക്ഷ്യമാക്കാൻ പോകുന്നത്, മൂന്നാം ടേം എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും CPM അക്കാര്യത്തിൽ ഉൾക്കൊള്ളുക, അതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനായി കാതോർക്കുകയാണ് നാം എല്ലാവരും. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. കൊല്ലം ബീച്ചിൽ നിന്നാണ് അരുൺ രാജ് നമുക്കൊപ്പം ചേർന്ന് ഈ സംസ്ഥാന സമ്മേളനം പ്രമാണിച്ച് അവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാരും പ്രതിനിധികളും എല്ലാം കൊല്ലം ബീച്ചിൽ അഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നടക്കാനിറങ്ങിയെന്ന് തോന്നുന്നു.